തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ 3 വിമാനത്താവളങ്ങൾ നടത്തിപ്പ് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാൻ എടുത്ത തീരുമാനം, ആ തീരുമാനം കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് സ്വകാര്യ കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇതാദ്യമല്ല. 2006 ഡൽഹി, ബോംബെ, അതിനുശേഷം ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയുള്ള വിമാനത്താവളങ്ങളൊക്കെ ഇതേപോലെ സ്വകാര്യ കമ്പനികൾക്ക് അതിന്റെ നടത്തിപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി, PPP മോഡൽ എന്ന് പറയുന്ന രീതി, ആ രീതി നേരത്തെ തന്നെ പ്രാബല്യത്തിലുള്ളതാണ്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെയുള്ള 3 വിമാനത്താവളങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് അതിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ അതിലെ ഏറ്റവും അതിനെ വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല, അപഹാസ്യമായിട്ടുള്ള ഒരു സമീപനം കേരളത്തിലെ ഭരണമുന്നണിയുടെ നേതാക്കന്മാരും അതോടൊപ്പം കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഒരേ അവസരത്തിൽ അത്ഭുതപ്പെടുത്തുന്നതും അതോടൊപ്പം അപഹാസ്യവുമായിട്ടുള്ളൊരു സമീപനം. ഈ തീരുമാനം എടുത്തതിനെ വിശേഷിപ്പിക്കുന്നത് വലിയ അഴിമതി നടന്നു, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടും, അത് സ്വകാര്യ ഏജൻസികളുടെ കയ്യിലേക്ക് പോയാൽ, ഇതൊക്കെയാണ്. പിന്നെ സംസ്ഥാന സർക്കാർ മായിട്ട് കൂടിയാലോചിക്കും, സംസ്ഥാന സർക്കാരാണ് അതിന് ഭൂമി കൊടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ. ഇപ്പോ കേരളത്തിലെ ഭരണമുന്നണി ഇപ്പോ ഈ എതിർപ്പുമായിട്ട്, ഇത്ര വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുമായിട്ട് രംഗത്ത് വരാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ ഭരണമുന്നണി ഇപ്പോൾ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ബന്ധമുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റൊരു വിവാദത്തിലേക്ക് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമല്ലേ ഈ വലിയ എതിർപ്പ് ഇപ്പോൾ ഉയർത്തുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ കേരള സർക്കാർ ഇതുവരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് പോലെ പിൻവാതിൽ നിയമനങ്ങളും കൺസൾട്ടൻസികൾ വഴിയുള്ള അഴിമതി, ഇത് രണ്ടും നടക്കാനുള്ള സാഹചര്യം, ആ സാഹചര്യം ഇല്ലാതായി പോകും എന്നുള്ള ആശങ്കയാണോ ഇതിന്റെ പിന്നിലുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ തീരുമാനമെടുത്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കേരള സർക്കാരിനെ കൂടി ഈ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള സർക്കാരിനെ കൂടി തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ സർക്കാരിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം 6 വിമാനത്താവളങ്ങൾ, അഹമ്മദാബാദ്, ലക്നൗ, മംഗലാപുരം, ജയ്പൂർ, ഗോഹട്ടി, തിരുവനന്തപുരം, ഈ 6 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ്, ഓപ്പറേഷൻ, മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ഇത് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്വത്തിലുള്ള ഒരു തീരുമാനം 2018 നവംബർ മാസം 8-ാം തീയതിയാണ് എടുക്കുന്നത്. ആ തീരുമാനം പുറത്തു വന്നപ്പോ
21 നവംബർ മാസം 2018 നവംബർ 21 കേരള ഗവൺമെന്റ് ഈ കേന്ദ്ര സർക്കാരിന്റെ തത്വത്തിലുള്ള തീരുമാനത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു നിവേദനം സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തിരുവനന്തപുരം വിമാനത്താവളത്തെ ഇതിൽ നിന്ന് വേർപെടുത്തണം. കാരണം ഞങ്ങൾക്ക് കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങൾ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളായിട്ട് വികസിപ്പിച്ചതിന്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഞങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇതിൽ ഞങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സിവിൽ ഏവിയേഷൻ വകുപ്പ് ചീഫ് സെക്രട്ടറിയോട് സെക്രട്ടറിമാരുടെ ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് അതിന്റെ മുൻപാകെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ 2018 ഡിസംബർ മാസം 4 ഈ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിന്റെ മുമ്പാകെ കേരള സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ആ നിർദ്ദേശങ്ങളിൽ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് അത് ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചുകൊണ്ട് അത് നിർവഹിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിനെ ഏർപ്പെടുത്തുക. അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ അതിനുള്ള അധികാരം, ആ അധികാരം ഈ പ്രത്യേക കമ്പനിക്ക് നൽകുക, സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന കമ്പനി. ഈ ചർച്ചകൾക്കിടയിൽ 2003 കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടി ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചു. കാരണം സംസ്ഥാന സർക്കാരുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് 2003 കേന്ദ്ര സർക്കാർ, അന്നത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നു എന്നുള്ള കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പരിഗണന, കേരളത്തിന്റെ അഭ്യർത്ഥന ഒരു പ്രത്യേക കേസായിട്ട് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 നിർദ്ദേശങ്ങൾ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് കേരള ഗവൺമെന്റിന്റെ മുൻപാകെ വെച്ചു. ഒന്ന്, കേരളത്തിലെ ചീഫ് സെക്രട്ടറിയെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേക ക്ഷണിതാക്കളായി വിളിച്ചുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിന്റെ തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാക്കാം, ഒരു പ്രപ്പോസൽ. രണ്ടാമത്തെ പ്രപ്പോസൽ ഈ പറഞ്ഞ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നുള്ള ആശയം. ഈ ആശയം തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് 26% കേരള സർക്കാരിന് പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു കമ്പനി ഏറ്റവും ഹയസ്റ്റ് ബിഡറുടെ 10% മുകളിലോ താഴെയോ കേരള സർക്കാരിന്റെ കമ്പനി ബിഡ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടിയാലോചനകളിലും തുടർന്നുള്ള വേണ്ടി വന്നു കഴിഞ്ഞാൽ വിലപേശൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തീരുമാനമെടുക്കാനുള്ള അവകാശം. ഈ 2 പ്രപ്പോസൽസ് എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് കേരള സർക്കാരിന്റെ മുമ്പാകെ വെച്ചു. കേരള സർക്കാർ 2018 ഡിസംബർ മാസം 18 ഞാൻ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതി. എന്ന് പറഞ്ഞാൽ നടപടിക്രമം കേരള സർക്കാർ അംഗീകരിച്ച, കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ച നടപടിക്രമം അംഗീകരിച്ചുകൊണ്ടാണ്, ആ നടപടിക്രമം അനുസരിച്ചാണ് തുടർന്നുള്ള നടപടികൾ നീങ്ങിയത്. അതുകൊണ്ട് ഈ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തു എന്നൊക്കെ ഇന്നലെ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. ഈ പ്രപ്പോസൽ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരുവനന്തപുരം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അതിന്റെ ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്തത് 2019 ഫെബ്രുവരി മാസം 16 ഫൈനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്തത് 25, 26 തീയതികൾ 2019 ഫെബ്രുവരി മാസത്തിൽ. ഈ തീരുമാനം അനുസരിച്ച് 10% വ്യത്യാസം വരികയാണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ച നടക്കും. 10% കുറവാണെങ്കിൽ പോലും കേരള സർക്കാരിന് അവസരം കിട്ടിയത് ഏറ്റവും ഹയസ്റ്റ് ബിഡർക്കല്ല.
അത് അംഗീകരിച്ചു കേരള സർക്കാർ. അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിന്റെ ഏജൻസി ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈ ബിഡിംഗ് പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ട് 3 സാങ്കേതികമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള 3 ബിഡുകൾ ഉണ്ടായിരുന്നു. അദാനി എന്റർപ്രൈസസ്, GMR എയർപോർട്ട്സ്, അതോടൊപ്പം KSIDC. അതിന്റെ ഫൈനാൻഷ്യൽ കോട്ട് KSIDC ഒരു യാത്രക്കാരന് 135 രൂപ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകാമെന്ന് ബിഡിൽ പറഞ്ഞു. അദാനി 168 രൂപ കോട്ട് ചെയ്തു. GMR 63 രൂപ കോട്ട് ചെയ്തു. അതായത് KSIDCയുടെ കോട്ട് ഏറ്റവും ഹയസ്റ്റ് ബിഡറുടെ കോട്ടിനേക്കാൾ 19.64% കുറവായതുകൊണ്ട് 10% കുറവാണെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് നേരത്തെ തീരുമാനിച്ചത് പ്രകാരം കേരള സർക്കാരിന് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് കേരള സർക്കാർ അംഗീകരിച്ച 10% കുറവോ കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം തീരുമാനം എടുക്കാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് വേണമെന്നോ വേണ്ടെന്നോ പറയാം. 10% കുറവാണെങ്കിൽ പോലും കേരള സർക്കാരിന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അദാനി എന്റർപ്രൈസസ് ബിഡ് ചെയ്ത് 168 നിന്ന് 16.8 രൂപ കുറവാണെങ്കിൽ പോലും കേരള സർക്കാരിന് കിട്ടിയത്. പക്ഷേ ഇവിടെ അതിനേക്കാൾ കുറവാണ് എന്നതുകൊണ്ട് അങ്ങനെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഈ തീരുമാനം എടുക്കാൻ ഏറ്റവും ഹയസ്റ്റ് ബിഡർക്ക് കൊടുക്കാമെന്ന് കേരള സർക്കാർ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഇതനുസരിച്ച് എടുത്തില്ലെങ്കിൽ ആഗോളതലത്തിൽ ക്ഷണിച്ചിട്ടുള്ള ആഗോള ടെൻഡറുകൾ, ആ ടെൻഡറുകൾ ക്ഷണിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയ തന്നെ തകിടം മറിയുന്ന സാഹചര്യവും തുടർന്ന് നിരവധി കേസുകളും മറ്റു പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കോടതി നിയമപ്രക്രിയ. KSIDCയും അതുപോലെ വിവിധ മറ്റ് നിരവധി ആളുകൾ അവരെല്ലാവരും തന്നെ ഹൈക്കോടതിയിൽ പോയി. 2019 ഡിസംബറിൽ ഹൈക്കോടതി തള്ളി. അതിനുശേഷം സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരായിട്ട് സുപ്രീം കോടതി അത് തിരിച്ച് കേരള ഹൈക്കോടതിയിലേക്ക് അയച്ചു. സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല, തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിക്ക് വിധേയമാണ് ഇപ്പോ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ വിമാനത്താവളം എന്നുള്ളത് ഇതിപ്പോ നടത്തിപ്പും വികസനവും അതിന്റെ മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഇതാണ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ 2 വിമാനത്താവളങ്ങളുടെ ഉടമസ്ഥത തന്നെ സ്വകാര്യ മേഖലയിലാണ്. 32% കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കേരള സർക്കാരിന്റെ പങ്കാളിത്തം. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ 30% മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 70% കേരള സർക്കാരിൻ്റെതല്ല, സർക്കാർ ഇതര ഏജൻസികളാണ്. അങ്ങനെയുള്ള ആളുകൾ, അതായത് ഭൂമി ഉൾപ്പെടെയുള്ള മുഴുവൻ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥത തന്നെ സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോ വലിയ പൊതുമേഖലയുടെ വക്താക്കളായിട്ട് രംഗത്ത് വരുമ്പോ ഇതിന്റെ യഥാർത്ഥ കാരണം പൊതുമേഖലയും സ്വകാര്യ മേഖലയല്ല. നടപടിക്രമങ്ങൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരുമ്പോ ഈ തീരുമാനത്തെ വിവാദമാക്കിക്കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന്, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം മാത്രമാണ് ഈ വിഷയം ഒരു വിവാദമാക്കുന്നതിന്റെ പിന്നിൽ എന്നുള്ളതിന് ഒരു സംശയമില്ല. മാത്രമല്ല, ഈ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പോ ഇതിലെ കഴിഞ്ഞ കാലങ്ങളിലെ വരുമാനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ വരുമാനത്തിൽ നിന്ന് വരും കാലങ്ങളിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഈ ഒരൊറ്റ വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവും. ബോംബെ ഡൽഹി എയർപോർട്ടുകളുടെ മാത്രം കണക്കെടുത്തു കഴിഞ്ഞാൽ ബോംബെ ഡൽഹി എയർപോർട്ടിൽ 2006-2007 വർഷം തൊട്ട് 2019-20 വരെയുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ 29,000 കോടി രൂപയാണ്
മുൻകാലങ്ങളിൽ നിന്ന് നേടിയതിനേക്കാൾ കൂടുതലായിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ വ്യോമയാന മേഖലക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ, വിമാനത്താവളങ്ങളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, അതിനൊക്കെ വേണ്ടിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിനിയോഗിച്ചിട്ടുള്ളത്. ഇനി തിരുവനന്തപുരം എയർപോർട്ടിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 2017-18 വർഷത്തിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് തിരുവനന്തപുരം എയർപോർട്ടിലെ വരുമാനം 136 കോടി 23 ലക്ഷമാണ്. ഈ വർഷത്തെ എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത് 2020-21 എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം, പക്ഷേ കണക്കാക്കിയിരുന്നത് 153 കോടി 22 ലക്ഷമാണ്. പക്ഷേ ഇപ്പൊ അദാനി കോട്ട് ചെയ്തിട്ടുള്ള കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 179 കോടി 41 ലക്ഷം രൂപ ഈ വർഷം തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഈ വർഷം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് 30 കോടിയോളം 25 കോടിയിലധികം രൂപ കിട്ടും. വരും വർഷങ്ങളിൽ അത് കൂടുതൽ വർദ്ധിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന നിലപാട് കേരളത്തിലെ ഭരണമുന്നണി കൈക്കൊള്ളുന്നതിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഭരണമുന്നണിയെ അതിന് അനുസൃതമായിട്ടുള്ള പാഠം പഠിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ്സുകാർക്ക് ഇപ്പോ അവർ പഴയതൊക്കെ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. 2006-ലും 2007-ലും അവരുടെ സർക്കാരിന്റെ കാലത്താണ് ഈ ഇന്ത്യയിലെ 4 പ്രമുഖ വിമാനത്താവളങ്ങൾ, അത് മാത്രമല്ല മറ്റു പല വിമാനത്താവളങ്ങളും ഇതുപോലെ സ്വകാര്യ ഏജൻസികൾക്ക് നടത്തിപ്പിന് വേണ്ടിയിട്ട് ചുമതലയേറ്റെടുത്തു വന്നത്. അന്ന് ഇതൊക്കെ നടന്നപ്പോ വലിയ അഴിമതിയാണോ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ കമ്മീഷൻ വാങ്ങിയിട്ടാണോ കൊടുത്തത്? നിങ്ങളിപ്പോ പറയുന്നത് ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണ്ട് എന്നാണല്ലോ. ഈ അഴിമതി അന്ന് നിങ്ങൾ നടത്തിയതിന്റെ ഓർമ്മയിലാണ് പറയുന്നതെങ്കിൽ ഞങ്ങളുടേത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് നിങ്ങൾ അഴിമതി കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ഉള്ള സംശയത്തിലാണ് ഇതിന്റെ പിന്നിലും അഴിമതിയുണ്ട് എന്ന് പറയുന്നതെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ ചരിത്രം, ആ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തരുത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരലംഘനം, പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പൊ പറയുന്നത് അവിടുത്തെ ആചാരലംഘനം ഇതിന് കാരണമാകുന്നു. ശബരിമല ക്ഷേത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരലംഘനത്തിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വരുന്നത്. അപ്പോ കേരളത്തിലെ ക്ഷേത്ര വിശ്വാസികളുടെ മുഴുവൻ ആചാരങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന സമീപനമെടുത്ത ഒരു സർക്കാരിലെ ആളുകൾക്ക് കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരത്തെ കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. അത് വേവലാതിപ്പെടാൻ പണ്ടുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ ഭരണം നടത്തുമ്പോ ക്ഷേത്ര വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമീപനവും ഈ സർക്കാരിൽ നിന്നുണ്ടാകില്ല എന്ന് ഈ ആശങ്കയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആശങ്കയുള്ളവര് അവരുടെ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. മിനിസ്റ്റർ പറയുണ്ടായി ഹൈക്കോടതിയെ സംബന്ധിച്ച കേസ് കിടപ്പുണ്ട്. ആ കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഏറ്റെടുക്കൽ പ്രക്രിയ നടപ്പിലാകുക എന്നുള്ളത്. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഈ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം, ക്യാബിനറ്റ് തീരുമാനം, അതായത് പറഞ്ഞിരിക്കുന്നത് the award of concession to the highest bidder would be subject to the final outcome of this writ petition. ഇത് നിയമം എപ്പോഴും അങ്ങനെയാണ്. കോടതിയിൽ ഒരു കേസ് സുപ്രീം കോടതി ആ കാര്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചു, സുപ്രീം കോടതി തിരിച്ചയച്ചു. ഇനി ഹൈക്കോടതി മറ്റൊരു തീരുമാനം എടുത്തുന്നിരിക്കട്ടെ, ആ തീരുമാനത്തിനനുസരിച്ച് ഏറ്റെടുക്കൽ നടപടി നീണ്ടുപോകുന്നുള്ളതല്ലേ? അത്രേ ഉള്ളൂ. ഏറ്റെടുക്കൽ നടപടികൾ നീളുപോകുന്ന എനിക്കറിയില്ല. അതായത് ടെൻഡർ നടപടികളും ബാക്കി പ്രക്രിയയും മുന്നോട്ട് പോകുന്നതിന് സുപ്രീം കോടതി ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് മുന്നോട്ട് പോകും. അതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകണമെങ്കിൽ അത് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് ഫൈനൽ തീരുമാനവും. കേസ് തീരുന്നവരെ ഇതിന്റെ ഏറ്റെടുക്കൽ വൈകും. ഇല്ല, ഇതെല്ലാം നടത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു സ്റ്റേയും തന്നിട്ടില്ല. അല്ല, ഇതിനകത്ത് മിനിസ്റ്റർ പറഞ്ഞത് ഹൈക്കോടതി വിധിക്ക് അനുസൃതമായിട്ട് സബ്ജക്ട് ടു ദ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വിധേയമാണെന്ന് അർത്ഥം.
അത് വിധേയമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ നടപടികളൊന്നും നടക്കില്ല. ഏറ്റെടുത്തിട്ട് അതിനെതിരെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അതനുസരിച്ചിട്ടുള്ള തീരുമാനം എടുക്കും. നമ്മുടെ നാട്ടിലെ നിരവധി കാര്യങ്ങളൊക്കെ നടക്കും. അത് മാത്രമല്ല, ഇപ്പൊ അദാനി ഗ്രൂപ്പ് ആദ്യഘട്ടത്തിൽ 3 വിമാനങ്ങൾ അദാനി ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർ ഏറ്റെടുക്കുന്നില്ല. അവരിപ്പോൾ എക്സ്റ്റൻഷൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 6 മാസം ചോദിച്ചിട്ട് അവസാനം 3 മാസമാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ അത്തരം ഒരു കമ്പനിക്ക് വീണ്ടും 3 വിമാനത്താവളം കൊടുക്കണം. അത് വിട്ടിട്ടുള്ളത് ശരിയാണ്. അതായത് ഓരോ വിമാനത്താവളത്തിന്റെയും ഇൻഡിപെൻഡന്റ് ബിഡാണ്. അതുകൊണ്ട് നേരത്തെ എടുത്തോ എടുത്തില്ലയോ എന്നുള്ളതൊന്നും ഇക്കാര്യത്തിൽ നോക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. അതുകൊണ്ട് എടുക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പൊ അതിലും ബിഡിന്റെ പ്രൊവിഷൻ ഉണ്ടാവും, ആ പ്രൊവിഷൻസ് ഉണ്ടാവും. ആ പ്രൊവിഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യും? 2018 ഡിസംബറിൽ അങ്ങയുടെ നേതൃത്വത്തിൽ BMSന്റെ ഒരു നേതാക്കൾ അന്ന് വ്യോമയാന മന്ത്രിയായിരുന്ന സുരേഷ് പ്രഭുവിനെ കാണുകയും സ്വകാര്യവൽക്കരണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങ് പറയുന്ന നിലപാടും അതും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യമില്ല. ഒരു വൈരുദ്ധ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ കേരള സർക്കാർ, അതായത് 2018 ഡിസംബർ മാസം, 2018 നവംബർ 28 ഈ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം നവംബർ 2018 ഡിസംബർ മാസത്തിൽ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാവരും റെപ്രസെന്റ് ചെയ്തു. കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണല്ലോ അവിടെ പോയത്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമായിട്ടുള്ള ഒരു നടപടിക്രമം കേരള സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു എതിർക്കും? ഞാൻ വ്യക്തിപരമായിട്ടുള്ള എതിർപ്പല്ലല്ലോ പ്രകടിപ്പിച്ചത്. അപ്പൊ ഈ ബിഡിൽ പങ്കെടുത്ത് പരാജയപ്പെട്ടതിലുള്ള ഒരു ഇത് റിഫ്ലക്ഷൻ ഉണ്ടോ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന്? അങ്ങനെയാണോ പറഞ്ഞത്? ഈ പരാജയപ്പെട്ടതിലുള്ള അമർഷമാണെന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് ചർച്ച തിരിച്ചുവിടുക; 2, പിൻവാതിൽ നിയമത്തിലുള്ള സ്കോപ്പ് ഇല്ലാതായി പോയതിലുള്ള വിഷമം; കൺസൾട്ടൻസി വഴി കരാർ കൊടുക്കാനുള്ള ഇതിലുള്ള എല്ലാ അവസാനം. കാരണം ഇതിപ്പോ സ്പ്രിംഗ്ലർ ഇതിനെ തീരുമാനിച്ചതുപോലെ ശിവശങ്കർ തീരുമാനിച്ചു സ്പ്രിംഗ്ലറിന് കൊടുക്കാമെന്ന്, ശിവശങ്കർ തീരുമാനിച്ചു വെബ്ക്യൂവിന് കൊടുക്കാമെന്ന്. അതുപോലെയല്ലല്ലോ തീരുമാനിച്ചത്. ഇതൊരു നടപടിക്രമം പ്രഖ്യാപിച്ചുകൊണ്ട് ആ നടപടിക്രമം ഒബ്ജക്ഷൻ റേസ് ചെയ്ത ആളുകളെ കൂടിയിരുത്തി അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി തീരുമാനം എടുത്തു. ഇതിൽ കൂടുതൽ സുതാര്യമായിട്ട് എന്ത് തീരുമാനം എടുക്കേണ്ടത്? കേരള സർക്കാർ എടുത്തിട്ടുള്ള ഏത് തീരുമാനം ഇതുപോലെ ഒരൊറ്റ തീരുമാനമില്ല. നമ്മുടെ മുന്നിലിട്ടല്ലോ ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ വരികയല്ലേ, ലൈഫ് തൊട്ടുള്ള നിരവധി കാര്യങ്ങൾ. മിനിസ്റ്റർ, അതായത് മിനിസ്റ്റർ അന്ന് എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഒരു വരി ഞാൻ വായിക്കാം. അതായത് സ്വകാര്യവൽക്കരണം ഇപ്പൊ പ്രശ്നം അന്ന് ഞാൻ എഴുതിയത് കൊണ്ട് ആണോ പ്രശ്നം? ഇപ്പൊ പ്രശ്നം ഈ കേരള സർക്കാരിന്റെ എതിർപ്പല്ലേ? നിങ്ങളിപ്പോ എന്റെ എതിർപ്പിന്റെ പ്രശ്നമാണ്. അന്നത്തെ കാര്യം അതിനാണല്ലോ കേരള സർക്കാരിന് അനുമതി കൊടുത്തത്. കേരള സർക്കാർ അത് പരാജയപ്പെട്ടു. കേരള സർക്കാർ അത് കളഞ്ഞു കുളിച്ചു അവസരം. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് കേരള സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവരതനുസരിച്ചിട്ട് ചെയ്യണമായിരുന്നു. അവരംഗീകരിച്ച നടപടിക്രമത്തിൽ അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതിനുള്ള ഉത്തരവല്ലേ അവര് പറയുന്നത്. അദാനി സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ് ഇപ്പം സംസാരിക്കുന്നത്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം അദാനി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല, കേരളത്തിൽ എത്രയോ സ്ഥാപനങ്ങൾ നടത്തിപ്പിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ വിറ്റഴിക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ, ഈ വാക്കുകൾ അർത്ഥം അറിയാത്തത് കൊണ്ടാണോ മലയാളം PG ഒക്കെ MA BA ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ല. വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഒരു നല്ല നിഘണ്ടു വാങ്ങിയിട്ട് മലയാള വാക്കുകളുടെ അർത്ഥം പഠിക്കുക. ഇംഗ്ലീഷ് വാക്കിന്റെ കാര്യം പറഞ്ഞു മലയാളം കൂടി പഠിക്കേണ്ട അവസ്ഥയാണ്. തുടർ നടപടികളോട് സഹകരിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ മാറി നിൽക്കാൻ കഴിയുമോ? ഇതൊക്കെ പ്രഖ്യാപനമല്ലേ. അതിപ്പോ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനനുസരിച്ചിരിക്കും തുടർന്ന്. മുഖ്യമന്ത്രി അല്ല, തുടർ നടപടികൾക്ക് സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത് സഹകരണം? അല്ല, സർക്കാരിന്റെ ഭാഗത്ത് സഹകരിച്ചില്ലെങ്കിൽ ജനങ്ങൾ ആ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടെടുക്കൂലേ? തിരുവനന്തപുരത്തെ ജനങ്ങളുടെ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കാൻ തിരുവനന്തപുരത്തെ ഒരു ജനപ്രതിനിധിയും തയ്യാറാവില്ല. തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ടുള്ള സർക്കാരിന് തയ്യാറാവാൻ പറ്റില്ല. സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിൽ, കാരണം കമ്പ്യൂട്ടറിന് എതിർത്ത ആൾക്കാർ ഇപ്പൊ എന്തായി? ഇപ്പോ എല്ലാവരും ഓൺലൈനല്ലേ. അതേപോലെ ഇതേ വിമാനത്താവളത്തിൽ നിന്ന് എല്ലാവരും നാളെ ഡൽഹിയിലേക്കും ബോംബെയിലേക്കും വിമാനം കയറി പോകും. അല്ല, സർക്കാർ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്ന് കമ്പ്യൂട്ടറിനെതിരായിട്ട് സർക്കാർ നിലപാടെടുത്തില്ലേ? ഇതൊക്കെ ആ സമയത്ത് ഒരു പ്രസംഗം, ഒരു പ്രഖ്യാപനം എന്നുള്ളതല്ലാതെ സ്റ്റേറ്റും സെന്ററും നമ്മളുടെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകും. ഒരു ഏറ്റുമുട്ടലില്ലല്ലോ. ഇത് ഏറ്റുമുട്ടലല്ലോ, അവരെ കൂടി സഹകരിച്ചിട്ടല്ലേ ചെയ്തത്. ഇപ്പൊ ഏറ്റുമുട്ടാൻ അവര് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും
നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പണിയെടുക്കണ്ട. ഈ കോൺഗ്രസില് ശശി തരൂർ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ? അല്ല, അത് അവർ തമ്മിൽ തീർക്കട്ടെ. ഞാൻ മധ്യസ്ഥനാവാൻ അവരാരും എന്നെ ക്ഷണിച്ചിട്ടില്ല. അല്ല, പരസ്യമായിട്ട് ശശി തരൂർ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അല്ല, ശശി തരൂർ ഞങ്ങളുടെ നിലപാട് അംഗീകരിക്കല്ലേ. ഞങ്ങളെന്തിനാ അവരുടെ നിലപാട്? ഞങ്ങൾ ചെയ്തതിനെ അംഗീകരിക്കുന്ന എല്ലാവരും വികസനത്തിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഈ മറ്റു വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാൻ സാവകാശം അദാനി ചോദിച്ചതിനകത്ത് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ നിലവിലൊരു സംശയം നൽകുന്നത്. എങ്ങനെ മറ്റു വിമാനത്താവളങ്ങൾ അഹമ്മദാബാദ് അടക്കമുള്ള വിമാനത്താവളത്തിന്റെ കാര്യം എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ ഈ വിമാനത്താവളത്തിന്റെ കാര്യം നോക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള വിമാനത്താവളത്തിന്റെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഈ ലൈഫ് പദ്ധതിയിൽ പങ്കാളിയായ UAE ആസ്ഥാനമായ റെഡ് ക്രസന്റ് ആ ഒരു കരാറിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം കൂടി ഇടപെടുന്ന ഒരു വിഷയമായതുകൊണ്ട്, കാരണം ബാഹ്യ ഏജൻസിയാണ് അതിൽ പങ്കാളിയായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തൊരു അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊരു അന്വേഷണം ഉണ്ടാകും. അതിനോട് ചേർത്തൊരു കാര്യം കൂടെ, അപ്പം മന്ത്രി ബാലൻ പറഞ്ഞിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയുടെ ആവശ്യമില്ലെന്നുള്ളതാണ്. സർക്കാരുകൾ തമ്മിലുള്ള കരാറല്ല, പകരം ഒരു സർക്കാരും മറ്റൊരു വിദേശ ഏജൻസിയും തമ്മിലുള്ള ഒരു കരാറായതുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമില്ലായിരുന്നു, ഈ കരാറിന് അനുമതി ആവശ്യമില്ലെന്നുള്ളതാണ് മന്ത്രി AK ബാലന്റെ നിലപാട്. ഔദ്യോഗികമായിട്ട് ഈ ഇത് സംബന്ധിച്ച് ഒരു കത്തും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പരിശോധിക്കും. അല്ല, അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യമുണ്ടോ? അല്ല, അത് നോക്കട്ടെ, പരിശോധിക്കണം. എനിക്ക് അങ്ങനെ ആ കരാറിന്റെ വ്യവസ്ഥകളൊക്കെ നോക്കിയല്ലേ പറയുന്നത്. എനിക്കിപ്പോ അറിയില്ല. അല്ല, ഒരു വിദേശ ഏജൻസി അല്ല, ഇന്ന് നമുക്കിപ്പോ ആ വിഷയത്തിലേക്ക് പോട്ടെ. ഇപ്പൊ നമുക്ക് ഈ വിമാനത്താവളം ഒന്ന് തീർക്കാം. അല്ല, മിനിസ്റ്റർ വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. അല്ലല്ല, നമുക്ക് ഇനി കാണാം. സ്വർണ്ണക്കടത്ത് പരാമർശിച്ചല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് പരാമർശിച്ചു. അതുകൊണ്ടാണ് അല്ല, അത് സ്വർണ്ണക്കടത്ത് ഈ ചർച്ച വഴിതിരിച്ചു വിടുന്നതാണ്. അതുകൊണ്ട് സ്വർണ്ണക്കടത്തിലേക്ക് ചർച്ച പോകണം, അത് വീണ്ടും പോകും. അതുകൊണ്ട് തൽക്കാലം ഇതിന്റെ കാര്യങ്ങൾ, ഈ പറഞ്ഞ അഴിമതിയുടെ കാര്യവും ആചാരലംഘനത്തിന്റെ കാര്യവും കേരള സർക്കാർ അംഗീകരിച്ച നടപടിക്രമം, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മീൻസ് ഇതായിട്ടൊന്നും ബന്ധമില്ലാത്ത, എന്നാൽ അത്ര ഒരു വാർത്ത വഴിതിരിച്ചു വിടാനല്ലാത്ത ഒരു സതുദ്ദേശപരമായിട്ട് ഒരു ചോദ്യമില്ല. അതായത് ഈ കേരളത്തിൽ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ വളരെയധികം സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ആ പ്രതികൾ ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും പോലീസ് നടപടി എടുക്കുന്നില്ല എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് കേരളത്തിലെ CPM ഭരിക്കുമ്പോഴൊക്കെ ഒരു ഇരട്ട നീതിയുടെ സമീപനം. സ്വന്തക്കാർക്ക് ഒരു നീതി, ബാക്കിയുള്ളവർക്ക് വേറൊരു നീതി. അതുകൊണ്ട് അവരുടെ പാർട്ടി അവരുടെ കാര്യത്തിൽ അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അവരോട് അങ്ങനെയുള്ള ആളുകളോട് എടുക്കുന്ന സമീപനം ഒന്ന്, അല്ലാത്തവരോട് എടുക്കുന്ന സമീപനം ഒന്ന്. ഇപ്പോ ഇത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല, കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്ത പരാതി എവിടെ എത്തിയിട്ടില്ല. ഈ സൈബർ ആക്രമണങ്ങൾ കൊടുക്കുന്ന മറ്റ് ഒരു നേതാവിനെതിരായിട്ടും മറ്റു പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കേസുകളിൽ പോലും കേരള സർക്കാരിന്റെ സമീപനം ഇത് തന്നെയാണ്. മാധ്യമപ്രവർത്തകരോട് എടുത്തിട്ടുള്ള അതേ സമീപനം, അത് മാധ്യമപ്രവർത്തകരോട് മാത്രമല്ല, CPM ഒഴിച്ചുള്ള മറ്റു പാർട്ടി നേതാക്കന്മാരുടെ കാര്യത്തിലും CPM എടുക്കുന്ന, സർക്കാർ എടുക്കുന്ന സമീപനം ഇതാണ്. CPM നേതാക്കന്മാരുടെ കാര്യം വരുമ്പോ അത് ഒരു വ്യത്യസ്ത സമീപനം. പൊൻകുഞ്ഞ് എന്ന് പറയുന്ന സമീപനമാണ് അവിടെ. ഈ KT ജലീലിനെതിരെയുള്ള അന്വേഷണത്തിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ UAE എയ്ഡ് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ഇപ്പൊ ഈ ഫോറിൻ റെഗുലേറ്ററി ആക്ട് അനുസരിച്ച് കേന്ദ്രത്തിന്റെ ഒരു പെർമിഷൻ വേണം, അതുകൊണ്ട് ഫ്രീസായി നിൽക്കുന്നു എന്നാണ് പരാതിക്കാർ പോലും പറയുന്നത്. ഇന്ന് ഈ വിഷയം ഒന്ന് വേണ്ട, കാരണം കേരളം സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് ഇതാണല്ലോ. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചതിലേക്ക് വിമാനത്താവള കൈമാറ്റത്തിൽ BJP ഒരു അഴിമതി പണവും കൈപ്പറ്റിയിട്ടില്ല. BJP അഴിമതി പണം കൈപ്പറ്റിയെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇന്നലെ CPM ഭാഗത്തുണ്ടായ ആരോപണമാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയാലുണ്ടോ അങ്ങനെ ഒരു കാര്യം? അപ്പൊ അത് അവരുടെ വാദം മുഖ്യമന്ത്രി പോലും അംഗീകരിക്കുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം. മിനിസ്റ്റർ ഒറ്റ കാര്യം, മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഞാൻ ബാക്കി പറയും. ഈ ഒറ്റ കാര്യം, അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ. ബാക്കി വഴിയിൽ അവിടെ ഇതൊക്കെ പോകുന്ന പലരും പലതും പറയും. അവർക്ക് അതിൽ നിന്ന് മറുപടി വിഷയത്തിലേക്ക് എന്നൊക്കെ ഒരു ഒറ്റ കാര്യം, ഈ ലൈഫ് മിഷനിൽ ഇതിനകത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പെർമിഷൻ അതിനകത്ത് വേണോ? അല്ല, ഞാനത് പരിശോധിച്ചിട്ട് പറയാം. എനിക്ക് അതിന്റെ കരാറിന്റെ കോപ്പി ഉണ്ടല്ലോ. കരാറ് ഏതൊക്കെ വകുപ്പുകൾ അനുസരിച്ചിട്ടാണെന്ന് നോക്കണല്ലോ. ഇതിനകത്താണെങ്കിലോ ഇതൊക്കെ പരിശോധിച്ച് പറയാം. അല്ല, KT ജലീലിന്റെ രാജി പോലും പറയുന്നത് ശരിയല്ല. അല്ല, ഇപ്പൊ മറ്റേ KT ജലീലിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലും അങ്ങ് ഒരു മുഖ്യമന്ത്രിയുടെ ഒക്കെ രാജി ആവശ്യപ്പെട്ട് പോലും ഒരു ദിവസം ഇവിടെ ഉപവാസം ഇരുന്നതാണ്. അപ്പൊ ഈ കേന്ദ്ര നിലപാട് മുഖ്യമന്ത്രിയുടെ കാര്യമല്ല, ഇത് സ്വർണ്ണക്കള്ളക്കടത്ത്. അല്ല, അതല്ല പറഞ്ഞു. ഒറ്റ ചോദ്യം, ഈ 1 മാസമായിട്ട് സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്യപ്പെടുന്നു, അന്വേഷണം നടക്കുന്നു.
ഇതുമായി ബന്ധപ്പെട്ടിട്ട് കസ്റ്റംസിന് വീഴ്ച വന്നിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ടെന്നും ഒക്കെ ആക്ഷേപം ഉയരുന്നുണ്ട്. അതൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് കേന്ദ്ര സർക്കാരാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുന്നില്ല. UAE അറ്റാഷയെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇതിനകത്ത് വീഴ്ചയുണ്ട്. തണുപ്പൻ സമീപനം, ഒരു വീഴ്ചയും ഒരു തണുപ്പും ഇല്ല. നിങ്ങൾക്ക് കുറച്ച് മഴ പെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല തണുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് അതായത് എല്ലാ നടപടികളും നിയമാനുസൃതം മുന്നോട്ട് നീങ്ങുന്നു. നിയമാനുസൃതം മുന്നോട്ട് നീങ്ങുന്നു. ജലീലിനെതിരെയുള്ള നടപടിക്ക് ഇപ്പോൾ വിഘാതമായിട്ട് നിൽക്കുന്നത് ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല. അല്ല, ജലീലിനെതിരെയുള്ള നടപടികൾക്ക് ഒരു പരിധി വരെ ഇപ്പൊ തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ഫോറിൻ റെഗുലേറ്ററി ആക്ട് അനുസരിച്ച് കേന്ദ്ര അനുമതി വൈകുന്നതാണ്. അങ്ങനെ അനുമതി വൈകുന്നതായിട്ട് എന്താണ് എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല. അങ്ങനെ ആരെങ്കിലും അനുമതി ചോദിച്ചിട്ട് അനുമതി കൊടുക്കാത്ത ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് അറിയില്ല. അല്ല, പരാതി നൽകിയ ആളുകൾ, കേന്ദ്രത്തിന് പരാതി നൽകി അല്ലെങ്കിൽ അനുമതി തേടി നൽകിയവരുടെ കാര്യത്തിൽ ഇനി അനുമതി കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല, അത് അന്വേഷിക്കും. എന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല. മിനിസ്റ്റർ, അതായത് ഈ തിരുവനന്തപുരം വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നൊരു അപ്ഡേഷനാണ്. അതായത് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ മദനി അഭിപ്രായക്കണം എന്ന് പറഞ്ഞിട്ട് നിയമസഭ പാസ്സാക്കിയിട്ടുണ്ടല്ലോ പ്രമേയം. അതുപോലെ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് നിയമസഭക്ക് പൂർണ്ണ അധികാരമുണ്ട്. പ്രമേയം പാസ്സാക്കുന്നതിന് ആരും എതിർക്കുന്നില്ലല്ലോ. പ്രമേയം പാസ്സാക്കിയ അത് അവിടെ ഫയലിൽ സൂക്ഷിക്കാം, അവരുടെ രേഖകളിലൊക്കെ കൊടുക്കാം. നല്ല കാര്യമാണ് നിയമസഭാംഗങ്ങളുടെ അഭിപ്രായം. പക്ഷെ കേരള സർക്കാർ നടപടിക്രമം പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുത്ത നടപടിക്രമത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് പോയതെന്ന് ആ പ്രമേയത്തിൽ എഴുതണം. ഇപ്പൊ എന്നിട്ട് എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറുന്നു കൂടി എഴുതണം. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി നടത്തിയ നടപടിക്രമം, നടപ്പിലാക്കിയ നടപടിക്രമം, അത് മറച്ചു വെക്കുകയാണ് ഇപ്പോ. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഏകപക്ഷീയമല്ല, കേരള സർക്കാരിന്റെ കൂടി അംഗീകാരത്തോടുകൂടി എടുത്ത അവലംബിച്ച നടപടിക്രമം. ആ നടപടിക്രമം അത് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുമ്പോൾ അത് പറയാൻ അവിടെ ആളുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.